കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡ്. മേഡം, അർജുൻ, ഞാൻ പോയി വാങ്ങിയിട്ട് വരാമേ. കേക്ക് ഡെലിവറി ചെയ്യാൻ വന്നാണ് മേഡം. താങ്ക് യു. ആ അങ്കിൾ എവിടെ പോയിരുന്നു? കുറച്ചു മുമ്പ് വന്നിട്ട് നമുക്ക് എല്ലാവരും കൂടെ ഡാൻസ് കളിച്ച് അടിപൊളിയാക്കൂടായിരുന്നു. ആ കേക്ക് മുറിച്ച് തിന്നതിന് ശേഷം നിങ്ങൾ എല്ലാവരും കൂടി സ്വർഗത്തിൽ പോയി രംഭയുടെ ഉർവശിലൂടെ ഡാൻസ് ചെയ്താൽ മതി. തമാശ പറഞ്ഞ് ചിരിച്ചും കളിച്ച് എല്ലാരും പിറന്നാൾ ആഘോഷിക്കുക. എന്നെ കൊണ്ട് അതൊന്നും കാണാൻ വയ്യ. നമ്മൾ വിചാരിച്ചതൊന്നേ ഇവിടെ സംഭവിക്കുന്നത് വേറൊന്നും. ഈ വെറ്റകൾ കൂടി ഒരുമിച്ച് ചത്താ നിനക്ക് സന്തോഷാവോടി? നമുക്ക് അതിനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടോ? ആ ഭാഗ്യം ഉടനെ തന്നെ ഉണ്ടാവും, നീ നോക്കിക്കോ. ആ കേക്കിൽ ഞാൻ വിഷം കലർത്തിയിട്ടുണ്ട്. ആക്രാന്തം പിടിച്ച ആ കേക്കെടുത്ത് തിന്നുകളയരുത്. സത്യാണോ പറയുന്നേ? കുറച്ചേരം ക്ഷമിക്കുക, നിനക്കെല്ലാം മനസ്സിലാവും. എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത്? നമ്മളിപ്പോ എല്ലാരും ഉണ്ടല്ലോ, നമുക്ക് ആ കേക്കം കട്ട് ചെയ്താലോ? അർജുൻ, ആ കേക്ക് എടുത്ത് കട്ടി. ആദിത്യ, ആ കേക്ക് വെക്കാനുള്ള സ്റ്റാൻഡിങ് എടുത്ത് ഇവിടെ വെക്കേ. എന്തിനാ ഇത്ര ധൃതി വെച്ച് കേക്ക് കട്ടിയുന്നേ? എല്ലാരും ഹാപ്പി ആയിട്ട് കുറച്ചേരം ഗെയിമൊക്കെ കളിച്ചിട്ട് പതുക്കെ കേക്ക് കട്ട് ചെയ്താ പോരെ? ഗെയിംസ് ഒക്കെ പിന്നീട് കളിക്കല്ലോ സാൻവി. ആദ്യം നമുക്ക് ആ കേക്ക് കട്ട് ചെയ്താ ആ ജോലി തീരുമല്ലോ. അർജുൻ, വാ നമുക്ക് ആ കേക്ക് കട്ട് ചെയ്യാം. അല്ല, കേക്ക് കട്ട് ചെയ്യാൻ ചിറ്റപ്പൻ എന്താ ഇത്രയും സ്പെഷ്യൽ ഇൻട്രസ്റ്റ് കാണിക്കുന്നേ? പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിട്ടല്ല. കേക്ക് വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് ഇവൻ കുറെ പ്രാവശ്യം വെളിയിൽ പോയി നോക്കുന്നത് കണ്ട, അതുകൊണ്ട് പറഞ്ഞതാ. അവനെ ഉദ്ദേശിച്ച ഞാൻ. ശരിയാ മോളെ, കുട്ടികൾക്ക് കേക്ക് വലിയ ഇഷ്ടല്ലേ. നീ അതിനുള്ള കാര്യങ്ങളൊക്കെ നോക്ക്. ഇതുപോലത്തെ കാര്യങ്ങൾക്കൊക്കെ കൊച്ചുകുട്ടികള് ഒരുപാട് ഇൻട്രസ്റ്റ് കാണിക്കും. എങ്കിൽ ഗെയിംസ് തുടങ്ങിയാലോ? നീ ശരിക്കും ഭവാനിയെ പ്രേമിച്ചിട്ടുണ്ടോ അർജുൻ? അങ്ങനെയാണെങ്കിൽ
ആ കഥ ഞങ്ങൾക്കൊക്കെ കേൾക്കണം. ഭവാനിയെ പ്രേമിച്ച് സത്യസന്ധമായിട്ടാണെങ്കിൽ നിങ്ങള് ഏത് അളവ് വരെയാണ് ആ പ്രേമം കൊണ്ടുപോയതെന്ന് ഞങ്ങൾക്ക് അറിയണ്ടേ? അതിനു വേണ്ടിയിട്ടാണ് ഈ ഗെയിം. ഈ ഗെയിമിന്റെ പേരാണ് പ്രണയ പരീക്ഷ. ഇങ്ങനെ ഒരു ഗെയിം വെച്ചാ നന്നായിരിക്കില്ലേ? അത് വളരെ നന്നായിരിക്കും അല്ലേ അർജുൻ? അല്ല ചേച്ചി, ഗെയിം എന്താണെന്ന് ചേച്ചി പറഞ്ഞില്ല. സിമ്പിൾ. ഭവാനി ബാക്കി ലേഡീസിന്റെ കൂടെ ഇവിടെ ഒരു സ്ഥലത്ത് മാറി നിൽക്കും. നീ നിന്റെ കണ്ണൊക്കെ കെട്ടി ഇവിടെ നിൽക്കുന്ന ഈ പെണ്ണുങ്ങളുടെ എല്ലാവരുടെയും കൈ പിടിച്ചിട്ട് ഭവാനി ആരാണെന്ന് അതിൽ നിന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നിനക്ക് ഭവാനിയോടുള്ള പ്രണയം സത്യമാണെന്ന് മനസ്സിലാവും. നിനക്ക് അങ്ങനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാല് നീ ആത്മാർത്ഥമായിട്ടാണ് ഭവാനി ഇഷ്ടപ്പെട്ടതെന്ന് ഞങ്ങൾ വിശ്വസിക്കാം. ഇപ്പൊ അതിന്റെ ആവശ്യമുണ്ടോ ചേച്ചി? ഇല്ല, ഗെയിം എന്തായാലും കളിക്കണം. എന്താ അർജുൻ? ഉറപ്പായിട്ടും ഗെയിം തുടങ്ങണം. ചാകുന്നതിന് മുമ്പ് എന്തിനാ കിടന്ന് ഇങ്ങനെ തുള്ളാൻ പോണത്? നീ ചെയ്തത് വലിയ തെറ്റാണ് സാൻവി. അതെന്താന്ന് വെച്ചാ അർജുന്റെ ഭവാനിയുടെ സ്നേഹം ഇവിടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവർ പരസ്പരം ജീവൻ പോലും കൊടുക്കാൻ തയ്യാറുള്ളവരാണ്. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനൊരു ഗെയിം കൊടുക്കാന്ന് വെച്ചാ അത് അവരെ കളിയാക്കുന്നതിന് തുല്യ. ചിറ്റപ്പ, നിങ്ങൾക്കും ചിറ്റയ്ക്കും പ്രേമത്തിനെ കുറിച്ച് അറിയാവുന്നത്ര ഇവിടെ വേറെ ആർക്കും അറിയില്ല കേട്ടോ. ചിറ്റയെ പ്രേമിച്ച് വളച്ചെടുത്തതാണെന്ന് അല്ല, ഞാൻ ഇവിടെ കേട്ടതാ. പക്ഷെ അത് എങ്ങനെയെന്ന് അറിയില്ലല്ലോ. അതിനാണ് ഇങ്ങനെ ഒരു ഗെയിം വെച്ചത്. അതാണ് പ്ലാൻ. അതുകൊണ്ട് നിങ്ങൾ കുറച്ചു നേരം അപ്പൊ ഗെയിം സ്റ്റാർട്ട് ചെയ്താലോ? വേണ്ട ചേച്ചി, ഒരുപക്ഷെ അർജുൻ ചിലപ്പോ ഫെയിലാവില്ലേ? അതുകൊണ്ടാ. ഭവാനി, ശരിക്കുള്ള സ്നേഹം ഒരിക്കലും തോക്കാറില്ല. എനിക്കതിൽ വിശ്വാസമുണ്ട്. ഗേൾസ്, നിങ്ങൾ എല്ലാരും ഈ സൈഡിൽ വാ. സുധി, പോയി ആ ലാപ്പ് എടുത്തിട്ട് വന്നേ. ആ ശരി. ആ ഗേൾസ്, നിങ്ങൾ ഇവിടെ വാ. അളിയ, ഒന്നിങ്ങ വന്നേ. ദേ ഇവിടോട്ട് നിന്നേ. ഇവിടെ തന്നെ നിൽക്കണേ. അളിയ, എന്റെ പെങ്ങളിതേ ഇടത് ഭാഗത്തുണ്ട്, നോക്കി.
ഭവാനി തൊട്ടടുത്തുണ്ട്. നോക്കിയേ, നോക്ക് അവിടെ തന്നെ. അവിടെ കണ്ടോളിയാ, ഇതാണ് നിങ്ങളുടെ അനിയത്തി. അളിയാ, എന്റെ പെങ്ങളെ എങ്ങനെ കണ്ടുപിടിച്ചു? എന്റെ ഹൃദയത്തിന്റെ തുടിപ്പേന്ന് ഇവളാവുമ്പോ പിന്നെ കണ്ടുപിടിക്കാനാണോ പാട്? എക്സലന്റ് അർജുൻ. അളിയാ, അവിടെ തന്നെ നിൽക്ക. അളിയ ശരിക്കും സൂപ്പറാ. ഇപ്പൊ മനസ്സിലായില്ലേ അവരുടെ പ്രേമം എത്ര സത്യമുള്ളതാണെന്ന്? അളിയന് ബർത്ത്ഡേ സോങ് പാടാൻ ഞാൻ റെഡി. വിഷ സോങ് പാടി കൈയടിക്കാനും ഓഡിയൻസ് അവിടെ റെഡിയാണ്. അളിയൻ റെഡി എന്ന് പറഞ്ഞിട്ട് ടക്കന കട്ട് ചെയ്തിട്ട് പോരാ. ഒരു മിനിറ്റ്. എന്താ മോളെ, എന്താ പറയാൻ വന്നത്? ഞങ്ങളുടെ കല്യാണത്തിന് ശേഷം നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ആദ്യത്തെ ബർത്ത്ഡേ ഇത്. കേക്ക് കട്ട് ചെയ്യുന്നതിന് മുന്നേ നാഗദേവതയെ പ്രാർത്ഥിച്ചിട്ട് വന്നാൽ നന്നായിരിക്കും. നിന്റെ ഭർത്താവിനെ കൊല്ലാൻ നടക്കുന്ന ആ നാഗദേവത നീ എന്തിനാ പ്രാർത്ഥിക്കാൻ പോകുന്നത്? നോക്ക് ഭവാനി, പൂജ ചെയ്തിട്ട് കരുണ കാണിച്ചില്ല. നീ കാല് പിടിച്ചു പറഞ്ഞിട്ടും അർജുനെ വെറുതെ വിട്ടില്ല. അങ്ങനെയുള്ള നാഗദേവതയെ പോയി തൊഴുതാല് അവരുടെ മനസ്സലിഞ്ഞ് മനസ്സ് മാറിപ്പോവെന്നാണോ പറയുന്നത്? അതിന്റെ ഒന്നും ആവശ്യമില്ല ഭവാനി. നമ്മൾ രക്ഷിക്കുന്നവരെ വേണം നമ്മൾ പൂജിക്കാൻ, അല്ലാതെ നമ്മൾ ശിക്ഷിക്കാൻ നടക്കുന്നവരെ പൂജിക്കേണ്ട കാര്യം എന്താ? സത്യമാണത്. പകരം വിട്ടാൻ നടക്കുന്നവരെ അടുത്ത് നിർത്തിയാൽ മതി, അല്ലാതെ തലേ കയറ്റി വെച്ചിട്ട് ബഹുമാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കറക്റ്റാ നീ പറഞ്ഞത്. ഒരു സമയത്ത് നാഗദേവത നമുക്ക് ദൈവമായിരുന്നു. പക്ഷെ എന്റെ അനിയനെ കൊല്ലാൻ നോക്കിയ സമയം തൊട്ട് അവരൊരു കൊലയാളിയാണ്. അവർക്ക് ദൈവം ആവാൻ കഴിയില്ല. നിങ്ങൾ ഇങ്ങനെയൊന്നും സംസാരിക്കാൻ പാടില്ല. എന്റെ ഏട്ടത്തെ സുമംഗലിയെ ഇരിക്കാൻ അനുഗ്രഹിച്ചത് നാഗദേവതയാണ്. എനിക്ക് താലി പ്രസാദമായി നൽകിയതും ഞങ്ങളുടെ കല്യാണം നടത്തി തന്നതും അമ്മയാണ്. എല്ലാ രീതിയിലുള്ള അനുഗ്രഹങ്ങളും നമുക്ക് നാഗദേവത നൽകി കഴിഞ്ഞു. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽക്കേ നമ്മുടെ കുടുംബത്തിലെ എല്ലാവരും ആരാധിക്കുന്നത് നാഗദേവതയാണ്. എല്ലാ രീതിയിലും നമ്മളെ കാത്തുകൊള്ളുന്നത് നാഗദേവതയാണ്. നമ്മളിൽ കരുണ കാണിച്ച് വരം നൽകുന്നവർ ചിലപ്പോഴൊക്കെ ദേഷ്യത്തിന് പുറത്ത് നമ്മളെ ശപിക്കാനും സാധ്യതയുണ്ടെന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ദൈവം എന്നും ദൈവം തന്നെയാ. വാ അർജുൻ.
കഷ്ടം തന്നെ. ചാകുന്നതിന് മുമ്പ് പോയി ദൈവത്തെ പ്രാർത്ഥിച്ചിട്ട് വരാന്ന്. ശരി, സ്വർഗമെങ്കിലും കിട്ടുമല്ലോ. ചേച്ചി, ഭവാനിയും അളിയനെ പോലെ തന്നെ ഒരു തീരുമാനം എടുത്തതാ. പാല് വെള്ളമെന്ന് പറയും, വെള്ളം പാലെന്ന് പറയും. കൊച്ചുകുട്ടിയല്ലേ, പോക എല്ലാം ശരിയായിക്കോളും. ചേച്ചി ടെൻഷൻ അടിക്കണ്ട. നമുക്ക് കേക്ക് കിട്ടിയാൽ ഏർപ്പാടുണ്ടാക്കാം. ഡമ്മനെ, കേക്ക് കിട്ടിയാൽ ഏർപ്പാടുണ്ടാക്കും. വാ വാ, എല്ലാരും വാ. എല്ലാരും വരുന്നേ. അവിടെ നിന്ന് എന്നെ ഭർത്താവിനെ കൊല്ലുമെന്ന് പറയുന്നതിന്റെ പിന്നിൽ എന്തെങ്കിലും കാരണം ഉണ്ടാവും. പക്ഷെ നീ എനിക്ക് താലി തിരികെ തന്നതുകൊണ്ട് ഞാൻ എന്നും നിന്റെ ഭക്ത തന്നെയായിരിക്കും. അവളുടെ ഭർത്താവിനെ ഞാൻ കൊല്ലുമെന്ന് മനസ്സിലാക്കിയിട്ട് കൂടി ഭവാനി എന്നെ അവിടെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളോട് നിനക്ക് ദേഷ്യവും പകയും ഒക്കെ ഉണ്ടാവും. എന്നാലും നിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്റെ ഭക്തയായ എന്നെ നീ എപ്പോഴും രക്ഷിക്കുമെന്ന് എനിക്ക് വിശ്വാസം ഉണ്ടാമേ. എനിക്ക് അവിടുത്തെ അനുഗ്രഹം മാത്രം മതി അമ്മേ. എന്റെ അനുഗ്രഹം എന്നും നിനക്കുണ്ടാകും ഭവാനി. ഞാൻ നിനക്ക് സത്യം ചെയ്ത് തന്നതുകൊണ്ടാണ് ഞാൻ നിന്നെ എന്നും രക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഭവാനി. പക്ഷേ നിന്നെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിന്റെ ഭർത്താവിനെ ജീവനോടെ വിടുന്ന മാത്രം നീ വിചാരിക്കരുത്. അർജുൻ, വരൂ. എന്റെ ഭക്തയായ ഭവാനിക്ക് എന്തോ ആപത്ത് സംഭവിക്കാൻ പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ അവിടെ എന്തായിരിക്കും നടക്കാൻ പോകുന്നത്? എന്റെ ഭക്തയായ ഭവാനിക്ക് മാത്രമല്ല, എന്നെ കുലദൈവമായി കണ്ട് ആരാധിച്ചു വരുന്ന ആ വീട്ടിലുള്ള എല്ലാവർക്കും എന്തോ ആപത്ത് സംഭവിക്കാൻ പോകുകയാണ്. Happy birthday, happy birthday, dear Samone.